പാകിസ്ഥാനിലെ കലാപം അവസാനിക്കുന്നില്ല. സിന്ധ് പ്രവിശ്യയിൽ കറാച്ചിയിൽ ഞായറാഴ്ച ആരംഭിച്ച വമ്പൻ കലാപം അത് പാകിസ്ഥാനെ വിറപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സ്വന്തം ജനതയ്ക്ക് നേരെ വെടിവയ്ക്കാൻ സൈനിക മേധാവി അസീം മുനീർ ഉത്തരവിട്ടിരിക്കുന്നു. സൈന്യത്തിനോട് നിർദ്ദേശിച്ചിരിക്കുന്നു. സംഘർഷ പ്രദേശങ്ങളിലെ കലാപ പ്രദേശങ്ങളിലെ ആളുകൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം നടത്താനാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക മേധാവി സ്വന്തം സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിന്ധു മേഖലയുടെ സ്വാതന്ത്ര്യം അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കറാച്ചിയിലടക്കം ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ഷഹബാസ് ഷെരീഫ് എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി കീഴിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് കീഴിൽ ഇനി തങ്ങൾക്ക് ജീവിക്കാനാകില്ല. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. ഈ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ വലിയൊരു വിഭാഗം ജനങ്ങൾ സിന്ധ് മേഖലയിൽ പ്രത്യേകിച്ച് കറാച്ചി അടക്കമുള്ള പ്രദേശങ്ങളിൽ തെരുവുകളിൽ വലിയ കലാപത്തിലേക്ക് എത്തിയത്. ജനങ്ങൾ സംഘടിക്കുന്നു, പോലീസിനും പട്ടാളത്തിനും നേരെ കല്ലെറിയുന്നു, വലിയ ആക്രമണം നടത്തുന്നു, തെരുവുകൾ അഗ്നിക്കിരയാക്കുന്നു, കടകമ്പോളങ്ങൾ കത്തിക്കുന്നു. അങ്ങനെ വലിയ കലാപ രൂക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഒരു നഗരം തന്നെ പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത്. എന്നാൽ പാകിസ്ഥാൻ ഭരണകൂടമാകട്ടെ ഈ കലാപകാരികളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. കലാപത്തെ അടിച്ചമർത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഒളിവിൽ പോയിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പോൾ അധികാരം കൈയാളുന്നത് സൈനിക മേധാവിയായ അസീം മുനീറാണ്. ആ സൈനിക മേധാവി തന്നെ ഉത്തരവിട്ടിരിക്കുന്നു. കലാപ പ്രദേശങ്ങളിലെ കലാപകാരികൾക്ക് നേരെ വെടിയുതിർക്കൂ, കലാപകാരികൾക്ക് നേരെ ബോംബെറിയൂ, കലാപകാരികൾക്ക് നേരെ രാസായുധം പ്രയോഗിക്കൂ, കലാപകാരികളെ അടിച്ചമർത്തു പൂർണ്ണമായും. കലാപം ഒരു തരത്തിലും അംഗീകരിക്കരുതെന്നും കലാപത്തിന് തുനിയുന്നവരെ ആക്രമിച്ച് ഇല്ലാതാക്കാനുമുള്ള വമ്പൻ നിർദ്ദേശമാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ ഉത്തരവ് അതേപടി അക്ഷരം പ്രതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാനിലെ സൈന്യം. കലാപകാരികൾക്ക് നേരെ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ആക്രമണം നടത്താൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ സൈന്യം. എന്തായാലും പാകിസ്ഥാനെ വിറപ്പിച്ചുകൊണ്ട് സിന്ധ് കലാപം അതിരൂക്ഷമായി മാറുകയാണ്. സിന്ധ് പ്രവിശ്യയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപം പാകിസ്ഥാന്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. നമുക്കറിയാം ബലൂജ് മേഖലയിൽ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി വലിയ പ്രക്ഷോഭം നടക്കുന്നു. പാകിസ്ഥാൻ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നു ബലൂജ് ലിബറേഷൻ ആർമി. അതിന് സമാനമായ ഒരു പോരാട്ടമാണ് സിന്ധ് പ്രവിശ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിന്ധ് ഇന്ത്യക്ക് ഏറെ വൈകാരിക ബന്ധമുള്ള ഒരു ഭൂപ്രദേശമാണ്. ആ ഭൂപ്രദേശത്ത് ഇപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ കലാപങ്ങൾ അരങ്ങേറുന്നു.